ഹലോ ഗായ്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഇങ്ങനെ ഇരുന്ന് ഞാൻ ഇങ്ങനെ ആയി എന്നുള്ളൊരു സ്കിൻ കെയർ ട്രാൻസ്ഫോർമേഷൻ ജേർണിയാണ് ഞാൻ പറയാൻ പോകുന്നത്. ഞാനൊരു ഒരു സമയത്തൊന്നും എൻ്റെ ഫേസിൽ അങ്ങനെ പിമ്പിൾസോ അങ്ങനെ ഭയങ്കര ഒരു ബ്രേക്ക്ഔട്ട്സോ ഒന്നും ഉണ്ടായിട്ടില്ല. അപ്പോൾ എൻ്റെ കസിൻസിൻ്റെ ഒക്കെ മുഖത്ത് കുറേ ഇതൊക്കെ വരുമ്പോഴും ഞാനപ്പോൾ എൻ്റെ സ്കിന്നിലൊന്നും വരത്തില്ല അങ്ങനെയൊക്കെ വിചാരിച്ചിരുന്നിട്ടുള്ള ഒരാളാണ്. കോളേജിൽ പഠിക്കുമ്പോഴും ഡിഗ്രി ചെയ്യുമ്പോഴും ഒന്നും എൻ്റെ ഫേസിലൊന്നും ഒരു കുഴപ്പമില്ല. കുരു പോലും വല്ലപ്പോഴും ഒക്കെ അങ്ങനെയൊക്കെ വരാറുണ്ടായിരുന്നുള്ളൂ. പിന്നെ ഞാൻ PG ചെയ്യാൻ വേണ്ടി ബാംഗ്ലൂർ പോയി കഴിഞ്ഞപ്പോൾ ഫുഡ് പ്രോപ്പറായില്ല, അവിടുത്തെ വെള്ളത്തിൻ്റെ പ്രശ്നം അങ്ങനെ കൊണ്ട് എൻ്റെ ഫേസിൽ ഫുൾ പിമ്പിൾസും അൺഇവൻ സ്കിൻ ടോണും ബ്രേക്ക്ഔട്ട്സും ഒക്കെ വന്നിട്ട് നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല. എന്തെങ്കിലും ഒരു മേക്കപ്പ് ഒന്നും ചെയ്യാൻ പറ്റാത്ത രീതിയിലായിരുന്നു എൻ്റെ ഫേസിൽ. സ്കിൻ ഭയങ്കര ഡള്ളായിട്ട് അങ്ങനെ ആയിരുന്നു. ഞാൻ അങ്ങനെ ഭയങ്കര കെയർ ആ സമയത്തൊക്കെ കൊടുത്തില്ല. പക്ഷെ ഇങ്ങനെ സ്കിൻ ഭയങ്കര മോശമായി വരാൻ തുടങ്ങിയപ്പോൾ ഈ ഇൻസ്റ്റഗ്രാമിൽ കുറേ ആൾക്കാരുടെ വീഡിയോ കാണുമല്ലോ, സ്കിൻ കെയർ റുട്ടീൻ, നൈറ്റ് കെയർ റുട്ടീൻ, മോർണിംഗ് സ്കിൻ കെയർ റുട്ടീൻ, അങ്ങനത്തെ കുറേ വീഡിയോസൊക്കെ ഫോളോ ചെയ്തിട്ട് അവരെന്തൊക്കെയാണോ പറയുന്നത് അത്രയും 10 സ്റ്റെപ്പ് സ്കിൻ കെയർ റുട്ടീൻസ് ഒക്കെയാണ് ഓരോരുത്തരെടുക്കുന്നത്. അതൊക്കെ ഞാൻ വാങ്ങിക്കാൻ തുടങ്ങി. ഫേസ് വാഷ്, ടോണർ, മോയ്സ്ചറൈസർ, സെറംസ് ഇതൊക്കെ ഞാൻ യൂസ് ചെയ്യാൻ തുടങ്ങി. പക്ഷേ ഇതൊക്കെ യൂസ് ചെയ്തിട്ടും എത്ര കെയർ ചെയ്തിട്ടും എൻ്റെ സ്കിന്നിന് ഒരു കെയറും ഉണ്ടായില്ല. അത്രയൊക്കെ ചെയ്തിട്ട് അപ്പോൾ ഞാനിങ്ങനെ കുറേ ആലോചിച്ചു. ബാംഗ്ലൂരിൻ്റെ എൻ്റെ അവിടുത്തെ കോഴ്സൊക്കെ കഴിഞ്ഞ് ഞാൻ കൊച്ചിയിലേക്ക് ഷിഫ്റ്റായി. അപ്പോഴും സെയിം വർക്ക് ചെയ്യാൻ തുടങ്ങിയപ്പോൾ കൂടുതൽ ഏർണിങ്സ് ആയപ്പോൾ വീണ്ടും കുറേ സാധനങ്ങൾ ഒരു പ്രോഡക്റ്റ് തീരുന്നതിന് മുന്നേ അടുത്ത പ്രോഡക്റ്റിലേക്ക് മാറും. അങ്ങനെ യൂസ് ചെയ്യാൻ തുടങ്ങിയിട്ടൊന്നും ഒരു മാറ്റവും ഉണ്ടാവുന്നില്ല. അങ്ങനെ ഞാൻ വിചാരിച്ച് കൊച്ചിയിലെത്തിയപ്പോൾ ഒരു ഡോക്ടറെ പോയി കാണാം, എന്താ ഇങ്ങനെ സ്കിന്നിന് എപ്പോഴും വരുന്നതെന്ന് വിചാരിച്ചിട്ട് ഞാൻ പോയി ഒരു ഡോക്ടറെ കണ്ടു. അപ്പോൾ ആ ഡോക്ടർ എൻ്റെ സ്കിന്നൊക്കെ നോക്കിയിട്ട് ഇങ്ങോട്ട് തന്നെ എന്നോട് ചോദിച്ചു, എന്തൊക്കെയാണ് ചെയ്യുന്നത് സ്കിന്നിൽ, ഓരോ പ്രൊഡക്ട്സിൻ്റെയും പേര് പറഞ്ഞിട്ട് ഇതൊക്കെയാണോ യൂസ് ചെയ്യുന്നത് എന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ അതേന്ന് പറഞ്ഞപ്പോൾ പറഞ്ഞു, അപ്പോൾ ഇൻസ്റ്റഗ്രാം ഫോളോവർ അല്ലേ, ഇൻസ്റ്റഗ്രാമിലുള്ള എല്ലാം വാങ്ങി യൂസ് ചെയ്യുന്നുണ്ടല്ലോ എന്ന് പറഞ്ഞു. എന്നിട്ട് എൻ്റെ സ്കിന്നൊക്കെ ടെസ്റ്റ് ചെയ്തിട്ട് എൻ്റെ സ്കിന്നിന് എന്താണോ ഇഷ്യൂ ഉള്ളത് അതിനെനിക്ക് ട്രീറ്റ്മെൻറ്റ്സ് സജസ്റ്റ് ചെയ്തു. ടാബ്ലറ്റ്സ് കഴിക്കാൻ തന്നു, ഓയിൽമെൻറ്റ്, മോയ്സ്ചറൈസർ, ഫേസ് വാഷ്, ഇതൊക്കെ ഡോക്ടർ തന്നു. ഒരു 4-5 മന്ത്സ് കണ്ടിന്യൂസ്ലി ഞാൻ എത്ര സിറ്റിംഗ് ആണോ എന്നോട് ട്രീറ്റ്മെൻറ്റ് പറഞ്ഞത്, എത്ര നാൾ ടാബ്ലറ്റ് കഴിക്കാൻ പറഞ്ഞു, ഡോക്ടർ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഞാൻ ഫോളോ ചെയ്തു. കുറേ വെള്ളം കുടിക്കാൻ പറഞ്ഞു, നല്ല ഫുഡ് കഴിക്കാൻ പറഞ്ഞു, ഫ്രൂട്ട്സ് വെജിറ്റബിൾസ് ഒക്കെ നല്ലോണം കഴിക്കാൻ പറഞ്ഞു. അതൊക്കെ ഞാൻ ഫോളോ ചെയ്ത് വന്നപ്പോൾ എൻ്റെ സ്കിൻ നല്ല ബെറ്ററായി. ഒരു 6-7 മന്ത്സ് കൊണ്ട് തന്നെ സ്കിന്നിൽ കുറച്ച് ബ്രൈറ്റായി സ്കിന്ന്. എൻ്റെ ഇതെല്ലാം പോയി, പിഗ്മെൻറ്റേഷൻ എല്ലാം ഭയങ്കരമായിട്ടും കുറഞ്ഞു, പിമ്പിൾസേ വരാണ്ടായി, നല്ല ക്ലിയർ സ്കിന്നായി, അങ്ങനെയൊക്കെ ആയി. പിന്നെ ഞാൻ അതെങ്ങനെ കണ്ടിന്യൂ ചെയ്തു. ഇപ്പം ഞാൻ ട്രീറ്റ്മെൻറ്റ്സ് ഒന്നും എടുക്കാറില്ല. എനിക്ക് തോന്നുന്നു ലാസ്റ്റ് 1 ഇയറിൽ ഞാൻ ഒരു ട്രീറ്റ്മെൻറ്റ്സും എടുത്തിട്ടില്ല. എൻ്റെ ഫേസിൽ ഒരു മരുന്നും ഞാൻ കഴിച്ചിട്ടില്ല. പക്ഷേ എങ്ങനെയാണ് ഞാനിത് കണ്ടിന്യൂ ചെയ്ത് കൊണ്ടുപോയെന്നുള്ള ജസ്റ്റ് കുറച്ച് ടിപ്സ്, ഞാൻ കുറച്ച് ഫോളോ ചെയ്യുന്ന കുറച്ച് സ്കിൻ കെയർ ടിപ്സാണ് ഞാൻ ഷെയർ ചെയ്യുന്നത്. ഞാൻ ഇങ്ങനെ കുറേ ആൾക്കാർ കണ്ടിട്ടുള്ളത് ഒരു ടവൽ എന്തെങ്കിലും ആയിരിക്കും, കുളിച്ച് കഴിഞ്ഞ് തലയിൽ യൂസ് ചെയ്യുന്ന അതായിരിക്കും, ദേഹത്ത് യൂസ് ചെയ്യുന്ന അതായിരിക്കും, ആ സെയിം ടവൽ വെച്ചിട്ട് തന്നെ ആയിരിക്കും ഫേസിലും യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ അങ്ങനെ ഒരു വെച്ചാൽ നമ്മൾ കുറേ ഡേർട്ടൊക്കെ തലയിൽ, ഇപ്പോൾ ഡാൻഡ്രഫ് ഉള്ളവർ കാണും, അങ്ങനെയൊക്കെ നമ്മൾ തലയിൽ യൂസ് ചെയ്ത് സെയിം ടവൽ തന്നെ ഫേസിൽ വെക്കുമ്പോൾ വീണ്ടും നമുക്ക് പിമ്പിൾസ് വരാനുള്ള ചാൻസസ് കൂടും. അപ്പം ഞാൻ ചെയ്യുന്നത്, ഞാൻ കൂടുതലും ടിഷ്യൂ യൂസ് ചെയ്യാൻ തുടങ്ങി. ഫേസ് കഴുകി കഴിഞ്ഞിട്ട് ഞാൻ ടിഷ്യൂ ഇട്ടിട്ടായിരുന്നു ഫേസൊക്കെ വൈപ്പ് ചെയ്തുകൊണ്ടൊക്കെ ഇരുന്നത്. അങ്ങനെ ഞാൻ ഈ ഒരു ടവലിൻ്റെ യൂസ് മാക്സിമം കുറച്ചു. പിന്നെ ഞാൻ ഈ ഒരുപാട് സ്കിന്നിലേക്ക് ആവശ്യമില്ലാത്ത പ്രോഡക്റ്റ്സ് ഒക്കെ ചുമ്മാ ലെയർ ചെയ്യുന്നത് മാക്സിമം ഒഴിവാക്കുക. ആവശ്യമില്ലാത്ത ടോണർ, സെറം, ഞാൻ എൻ്റെ എക്സ്പീരിയൻസിൽ ഇപ്പോൾ എൻ്റെ കുറേ ഫ്രണ്ട്സൊക്കെ ഇങ്ങനെ യൂസ് ചെയ്യുന്നുണ്ട് കുറേ സാധനങ്ങൾ. ഒരു പ്രോഡക്റ്റ് യൂസ് ചെയ്തുകൊണ്ട് ഭയങ്കര സ്കിന്നെല്ലാം മാറി ക്ലിയർ ആയിട്ടുള്ള അങ്ങനെ ഒരു പ്രോഡക്റ്റ് ഉണ്ടെന്നുള്ളത് എനിക്ക് തോന്നുന്നില്ല. മിക്ക ആൾക്കാരും, നമ്മൾ ഇൻസ്റ്റഗ്രാമിൽ കാണുന്ന ഇൻഫ്ലുവൻസേഴ്സ് മിക്കവരും എന്തെങ്കിലും ഒരു ട്രീറ്റ്മെൻറ്റ്സ് ചെയ്തിട്ട് തന്നെയാണ് സ്കിൻ ബെറ്റർ ആക്കിയിട്ടുള്ളത്. ആ ഒരു പ്രൊഡക്റ്റ്, ഈ ഒരു പ്രൊഡക്റ്റ് ചെയ്തിട്ടാണ് ഇങ്ങനെ ആയെന്നൊക്കെ പറഞ്ഞാലും എന്തെങ്കിലുമൊക്കെ ട്രീറ്റ്മെൻറ്റ്സ് അല്ലെങ്കിൽ എന്തെങ്കിലും ടാബ്ലറ്റ്സ് കഴിച്ചിട്ടൊക്കെ ആയിരിക്കും ഇവരൊക്കെ സ്കിന്ന് ബെറ്റർ ആക്കിയിട്ടുള്ളത്. പിന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ചെറിയ കാര്യങ്ങൾ നോക്കിയാൽ നമ്മുടെ സ്കിന്നിനെ കുറച്ചധികം കെയർ ചെയ്ത് കഴിഞ്ഞാൽ ബെറ്റർ ആവും സ്കിൻ. നമ്മൾ അത് ചെയ്യുന്നവർക്കറിയാം, കുറച്ച് നാൾ ചെയ്ത് കഴിയുമ്പോൾ തന്നെ നമ്മുടെ സ്കിന്നിന് കുറേ ചേഞ്ചസ് നമുക്ക് ഫീൽ ചെയ്യാൻ തുടങ്ങും.
ഞാൻ അങ്ങനെ മെയിനായിട്ട് ചെയ്തത് ഞാൻ ഈ പറഞ്ഞ ടവൽ യൂസ് ചെയ്യുന്നത് മാക്സിമം കുറച്ച് ടിഷ്യൂ യൂസ് ചെയ്യാൻ വേണ്ടി തുടങ്ങി. പിന്നെ വേറെ ഒരു സാധനങ്ങളും ഞാൻ യൂസ് ചെയ്യില്ല. ഈ ടോണർ, സെറംസ് ഇതൊന്നും ഞാൻ യൂസ് ചെയ്യില്ല. ഡോക്ടർ തന്ന ഒരു ഫേസ് വാഷ്, ഇതാണ് എനിക്ക് ഡോക്ടർ തന്ന ഗ്ലോറിയൻസ് എന്ന് പറഞ്ഞൊരു ഫേസ് വാഷ്. ഇതൊരു 2 ഇയേഴ്സിൽ അല്ലെങ്കിൽ 2 ഇയേഴ്സ് കൂടുതലായിട്ട് ഞാൻ ഈ ഒരു ഫേസ് വാഷ് മാത്രമേ എൻ്റെ ഫേസിൽ യൂസ് ചെയ്യത്തുള്ളൂ. എപ്പോഴും രാവിലെ എഴുന്നേൽക്കുമ്പോഴും വൈകിട്ട് കിടക്കുന്നതിന് മുന്നേ, ഞാൻ മിക്ക ഓഫീസിലൊക്കെ പോകുന്ന മിക്ക ദിവസവും ഞാൻ മേക്കപ്പ് ചെയ്യുന്ന ആളാണ്. ഈ ബ്ലഷും കൺസീലറും ഒക്കെ യൂസ് ചെയ്യും. അപ്പോൾ കിടക്കുന്നതിന് മുന്നേ ഈ ഫേസ് വാഷ് ഉപയോഗിച്ച് ഞാൻ നല്ലോണം ക്ലീൻ ചെയ്തിട്ട് മാത്രമേ ഞാൻ ഉറങ്ങാറുള്ളൂ. പിന്നെ സൺസ്ക്രീൻ ഞാൻ ഭയങ്കര കുറച്ച് യൂസ് ചെയ്യുന്ന ആളാണ്. മാക്സിമം റൂമിലൊന്നും ഇരിക്കുമ്പോൾ ഞാൻ സൺസ്ക്രീൻ അങ്ങനെ യൂസ് ചെയ്യാറില്ല. പുറത്ത് പോകുമ്പോൾ അത് നല്ല വെയിലുള്ള ദിവസങ്ങളൊക്കെ ആണെങ്കിലാണ് ഞാൻ സൺസ്ക്രീൻ യൂസ് ചെയ്യുന്നത്. പുറത്ത് ഉച്ചയ്ക്കൊക്കെ പോകുന്നത് ഞാൻ മാക്സിമം കുറയ്ക്കും, എന്നാലും പോവുകയാണെങ്കിൽ ഞാൻ സൺസ്ക്രീൻ യൂസ് ചെയ്യാറുണ്ട്. പിന്നെ എനിക്ക് ഡോക്ടർ സജസ്റ്റ് ചെയ്തിട്ടുള്ള ഒരു മോയ്സ്ചറൈസറാണിത്. ഹൈഡ്രില്ല എന്ന് പറയുന്ന ഒരു മോയ്സ്ചറൈസർ. ഇതിന് റേറ്റ് വരുന്നത് 675 എന്തോ ആണ്. ഇത് കുറേ നാൾ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. ഇതിൻ്റെ കുറച്ച് യൂസ് ചെയ്താൽ മതി. ഇത് യൂസ് ചെയ്ത് കഴിയുമ്പോൾ തന്നെ നമുക്ക് സ്കിന്നിൽ ഒരു എന്തൊക്കെയോ ചേഞ്ചസ് നമുക്ക് ഫീൽ ചെയ്യും. ഇത് ഫേസിലിട്ട് കഴിയുമ്പം ഇത് ഡോക്ടർ എനിക്ക് സജസ്റ്റ് ചെയ്ത് നമുക്ക് മെഡിക്കൽ സ്റ്റോറിൽ കിട്ടും. ഓൺലൈൻ അവൈലബിൾ ആണെന്ന് അറിയത്തില്ല. ഈ ഫേസ് വാഷ് ഓൺലൈൻ അവൈലബിൾ ആണ്, ആമസോണിലൊക്കെ അവൈലബിൾ ആണ്. ഈ മോയ്സ്ചറൈസറിൻ്റെ കാര്യം എനിക്ക് എത്ര ആമസോണിൽ അവൈലബിൾ ആണോ എന്ന് അറിയില്ല, പക്ഷേ മെഡിക്കൽ സ്റ്റോറിൽ ഇത് അവൈലബിൾ ആണ്. അപ്പോൾ ഇത് രണ്ടുമാണ് ഞാൻ കണ്ടിന്യൂസ്ലി യൂസ് ചെയ്യുന്നത്. എപ്പോഴും രാവിലെ വൈകിട്ടും കിടക്കുന്നതിന് മുന്നേ ഞാൻ ഇത് യൂസ് ചെയ്യും. ഇപ്പം ഞാൻ ഒരു ടാബ്ലറ്റും എടുക്കുന്നില്ല, അല്ലെങ്കിൽ ഒരു മെഡിസിൻസോ അല്ലെങ്കിൽ ഓയിൽമെൻറ്റ്സോ ഒന്നും യൂസ് ചെയ്യുന്നില്ല. ഈ ജസ്റ്റ് 2 പ്രോഡക്റ്റ്സ് മാത്രമാണ് ഞാൻ യൂസ് ചെയ്യുക. പിന്നെ ഞാൻ കുറച്ച് നാളായിട്ട് ഒരു മേ ബി ഒരു 5-6 months ആയിട്ട് ഞാനൊരു ഓയിൽമെൻറ്റ് എന്തെങ്കിലും ഇപ്പം ഒരു ദിവസം ഇപ്പോൾ കുറേ മേക്കപ്പ് ഇട്ട് ഫൗണ്ടേഷനൊക്കെ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു 2 days കഴിയുമ്പോൾ എൻ്റെ ഫേസിൽ ഇങ്ങനെ ബ്രേക്ക് വരാൻ തുടങ്ങും. 1-2 പിമ്പിൾസ് അവിടെ ഇവിടെയും വരും. അങ്ങനത്തെ സിറ്റുവേഷൻസ്, അല്ലെങ്കിൽ ചില സമയത്ത് എനിക്ക് ഫീൽ ചെയ്യുകയാണ് ഓക്കെ സ്കിൻ കുറച്ച് ഡ്രൈ ആണെന്ന് ഫീൽ ചെയ്യുകയാണെങ്കിൽ ഞാൻ ഈ ബോറോലിൻ എന്ന് പറയുന്ന ഈ ഒരു ക്രീം യൂസ് ചെയ്യും. ഇതെനിക്ക് തോന്നുന്നു ഇപ്പം നമ്മുടെ ബ്ലിങ്കിറ്റിലും മെഡിക്കൽ സ്റ്റോറുകളിലൊക്കെ അവൈലബിൾ ആണ്. ജസ്റ്റ് 45 50 40 അങ്ങനത്തെ എന്തോ ഉള്ളൂ ഇതിൻ്റെ പ്രൈസ്. ഭയങ്കര എഫക്റ്റീവായിട്ടുള്ളൊരു പ്രൊഡക്റ്റാണ്. ഭയങ്കര എഫക്റ്റീവ് എന്ന് വെച്ചാൽ നമ്മളിത് ഫേസിൽ ഇട്ട് കഴിയുമ്പോൾ തന്നെ ഒരു ഇൻസ്റ്റൻറ്റ് ബ്രൈറ്റ്നസ് നമ്മുടെ ഫേസിൽ വരും. ഇത് ആൻറ്റിസെപ്റ്റിക് ആയുർവേദിക് ക്രീമാണ്. നമുക്ക് ഈ പൊള്ളലേക്ക് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പാടുകളൊക്കെ വരുന്നത് ഇത് യൂസ് ചെയ്താൽ മാറും എന്നാണ് ഞാൻ കുറേ വീഡിയോസിലൊക്കെ കണ്ടിട്ടുള്ളത്. അപ്പോൾ ഇങ്ങനത്തെ എന്തെങ്കിലും പിമ്പിൾസോ അങ്ങനത്തെ എന്തെങ്കിലും സാധനങ്ങൾ വരുമ്പോൾ ഞാൻ ഇതൊന്ന് യൂസ് ചെയ്യും. ഇപ്പം ഞാൻ എൻ്റെ സിസ്റ്ററിനും എൻ്റെ അമ്മയ്ക്കും ഒക്കെ ഞാനിത് സജസ്റ്റ് ചെയ്തു. അവരൊക്കെ ഇപ്പോൾ ഇത് യൂസ് ചെയ്യുന്നുണ്ട്. അവർ യൂസ് ചെയ്ത് ഇപ്പോൾ എൻ്റെ സ്കിന്നിനേക്കാളും കുറച്ചും കൂടെ പിമ്പിൾസും അല്ലെങ്കിൽ കുറച്ചും കൂടെ സെൻസിറ്റീവ് ആയിട്ടുള്ള സ്കിന്നാണ് എൻ്റെ അനിയത്തിയുടെ. അപ്പോൾ അവളിതിപ്പോൾ കുറച്ച് നാളായിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. അവളിപ്പോൾ ഇത് കണ്ടിന്യൂസ്ലി യൂസ് ചെയ്തിട്ട് അവളുടെ സ്കിൻ നല്ല ബെറ്റർ ആവുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് ഞാനത് ഷെയർ ചെയ്യാം. അപ്പം അങ്ങനെ ഭയങ്കര കുറേ എക്സ്പെൻസീവ് സ്കിൻ കെയറിലൊന്നും പൈസ സ്പെൻഡ് ചെയ്യാൻ പറ്റാത്ത ആൾക്കാർക്ക് ജസ്റ്റ് 45-40 അങ്ങനത്തെ എന്തോ ഉള്ള ഈ ഒരു ക്രീം യൂസ് ചെയ്യുകയാണെങ്കിൽ ഇത് ഒരു മോയ്സ്ചറൈസർ ആയിട്ടൊന്നും യൂസ് ചെയ്യുന്നതിനോട് ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നില്ല. നമുക്കിപ്പോൾ എന്തെങ്കിലും സ്കിന്നിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ വരുമ്പോൾ പിമ്പിൾസ് അങ്ങനത്തെ സാധനങ്ങൾ എന്തെങ്കിലും വരുമ്പോൾ നിങ്ങൾക്ക് ഇത് യൂസ് ചെയ്ത് നോക്കാം. കുറച്ച് നാൾ യൂസ് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് ഇതിൻ്റെ എഫക്റ്റ് ഇപ്പോൾ നമ്മൾ തലേ ദിവസം ഇപ്പോൾ ഇന്ന് ഒരു ദിവസം വൈകിട്ട് ഇപ്പോൾ എനിക്ക് സ്കിൻ ഡ്രൈ ആയിട്ട് തോന്നിയിട്ട് ഞാനിത് ഫുള്ള് തേച്ചിട്ട് കിടന്നുറങ്ങി. രാവിലെ എണീറ്റ് ഞാൻ ക്ലീൻ ചെയ്ത് ഫുൾ ഫേസ് കഴുകി കളഞ്ഞിട്ട് തൊട്ട് നോക്കുമ്പോൾ തന്നെ ഭയങ്കര സോഫ്റ്റ് ആയിരിക്കും സ്കിൻ. ഭയങ്കര സപ്പിൾ സ്കിന്നായിട്ടിരിക്കും. ഭയങ്കര ഹൈഡ്രേറ്റിംഗ് സ്കിന്നായിട്ടിരിക്കും. അപ്പോൾ ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയാൽ നല്ലതാണ്. പിന്നെ ഞാൻ ഈ നാച്ചുറലി ഉള്ള ചില സാധനങ്ങളൊക്കെ യൂസ് ചെയ്യാറുണ്ട്. ഈ കേർഡ്, ഹണി, ഇടയ്ക്കൊക്കെ വല്ലപ്പോഴും ഇപ്പോൾ ഒരു സമയം കിട്ടുമ്പോൾ വീക്കിൽ വൺസ് അല്ലെ വൺസ് ഇൻ 2 weeks അങ്ങനെ എന്തെങ്കിലും ആയിരിക്കും യൂസ് ചെയ്യുക. എന്തെങ്കിലും ഒരു വീട്ടിൽ തന്നെയുള്ള എന്തെങ്കിലും സാധനങ്ങളൊക്കെ വെച്ചിട്ടുള്ളൊരു ഫേസ് പാക്ക് യൂസ് ചെയ്ത് വെക്കും. പിന്നെ ഞാൻ സ്ക്രബ് ചെയ്യാറുണ്ട്. എന്തെങ്കിലും സ്ക്രബ് ചിലപ്പോൾ കോഫി തന്നെ ആയിരിക്കും, കോഫീൻ്റെ വെച്ചിട്ട് വല്ല സ്ക്രബ് ഇടയ്ക്കിടയ്ക്ക് കൊടുക്കും. കാരണം നമുക്ക് ഈ ബ്ലാക്ക് ഹെഡ്സ് എനിക്കതൊക്കെ ഭയങ്കര കുറവാണ് എൻ്റെ സ്കിന്നിൽ, ബ്ലാക്ക് ഹെഡ്സും വൈറ്റ് ഹെഡ്സും ഒക്കെ
പക്ഷേ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഒരു സ്ക്രബ് ചെയ്യുകയാണെങ്കിൽ അതും നല്ല എഫക്റ്റീവ് ആയിരിക്കും. പിന്നെ ഞാൻ ഈ ഫേഷ്യൽ ഹെയർസ് ഒക്കെ റിമൂവ് ചെയ്യാറുണ്ട്. എനിക്ക് ഫേഷ്യൽ ഹെയർസ്, കാരണം നമ്മൾ മേക്കപ്പ് ഒക്കെ ഇടുമ്പോൾ ഫേഷ്യൽ ഹെയർസ് ഉണ്ടെങ്കിൽ അത് നമുക്കൊരു ഇവൻ ടോൺ കിട്ടൂല. അപ്പോൾ ഞാൻ ഫേഷ്യൽ ഹെയർസ് റിമൂവ് ചെയ്തിട്ടാണ് ഞാൻ ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ ഇടുക. പിന്നെ ഞാൻ ഫേസ് ഷീറ്റ് മാസ്ക്, അതെനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള കാര്യം യൂസ് ചെയ്യാൻ. കാരണം കുറച്ച് സമയത്തേക്ക് നമുക്ക് കുറച്ച് റിലാക്സേഷനും ഒരു കൂളിംഗ് എഫക്റ്റ് കിട്ടുന്നതുകൊണ്ട് ഞാൻ അത് ഇടയ്ക്ക് യൂസ് ചെയ്യാറുണ്ട്. ഇങ്ങനത്തെ ചെറിയ ചെറിയ കാര്യങ്ങൾ എനിക്ക് മെയിനായിട്ട്. പിന്നെ ഈ ഒരു ഫേസ് വാഷും ഈ ഒരു മോയ്സ്ചറൈസറും, ഈ ഫേസ് വാഷ് നല്ലൊരു ഫേസ് വാഷാണ്. ഇത് വാങ്ങാൻ പറ്റുന്നവർക്ക്, ഇതും വലിയ എക്സ്പെൻസീവ് ഒന്നും അല്ല, 300-400 എന്തേ ഉള്ളൂ. ഇത് യൂസ് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ നല്ലതാണ്. പിന്നെ ഈ ഒരു മോയ്സ്ചറൈസറും. അപ്പോൾ എല്ലാവരും സ്കിൻ നല്ലോണം കെയർ ചെയ്യുക. ഞാൻ പറഞ്ഞ പോലെ ടവൽസ് മാക്സിമം യൂസ് ചെയ്യാണ്ട് ടിഷ്യൂ യൂസ് ചെയ്ത് വൈപ്പ് ചെയ്യാൻ നോക്കുക. ഫേസ് നല്ലോണം വെള്ളം കുടിക്കുക, എപ്പോഴും ഹൈഡ്രേറ്റ് ആയിട്ടിരിക്കാൻ നോക്കുക. സ്കിന്ന് പ്രോപ്പർ ഫ്രൂട്ട്സ്, വെജിറ്റബിൾസ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നിങ്ങളുടെ മീലിൽ ആഡ് ചെയ്യാൻ നോക്കുക. പിന്നെ ഞാൻ സജസ്റ്റ് ചെയ്ത പോലത്തെ എന്തെങ്കിലും ലൈറ്റ് ആയിട്ടുള്ള മോയ്സ്ചറൈസർ, അല്ലാണ്ട് ആവശ്യമില്ലാത്ത കുറേ ലെയറിങ് സ്കിന്നിന് കൊടുക്കാണ്ടിരിക്കുക. പിന്നെ ഞാൻ പറഞ്ഞ പോലത്തെ ഈ ഒരു ക്രീം ട്രൈ ചെയ്ത് നോക്കുക. എല്ലാവർക്കും നല്ല ഹെൽത്തി സ്കിൻ